മറ്റൊരു പ്രധാന വിവരം, ഗൾഫ് യൂറോപ്യൻ രാജ്യങ്ങൾ സമവായത്തിനായി നയതന്ത്ര ചർച്ചകൾ സജീവമാക്കി എന്നുള്ളതാണ്. ഖത്തർ പ്രധാനമന്ത്രി, ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രി, ഫ്രാൻസ് വിദേശകാര്യമന്ത്രി എന്നിവർ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചിയുമായി ഫോണിൽ സംസാരിച്ചു എന്ന ഏറ്റവും പുതിയ വിവരങ്ങളുണ്ട്. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി അബ്ബാസ് അരക്ചി അടക്കമുള്ള ആളുകൾ വിവിധ രാജ്യങ്ങൾ ഒമാനിലും പാകിസ്ഥാനിലും റഷ്യയിലുമായി ഇപ്പോൾ സന്ദർശനത്തിലാണ്. സൗദി വിദേശകാര്യമന്ത്രിയും ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി സംസാരിച്ചു. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ UAE വിദേശകാര്യമന്ത്രിയുമായി ആശയവിനിമയം നടത്തി. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി ഇറാൻ വിദേശകാര്യമന്ത്രി ഇന്നോ നാളെയോ സംസാരിക്കും. ഇത്തരത്തിൽ നിരവധി ശ്രമങ്ങൾ ആഗോളതലത്തിൽ നടത്തുന്നുണ്ടല്ലോ അജയ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, ഈ ലോകരാജ്യങ്ങളെല്ലാം ചെന്നുപെട്ട ഒരു പ്രതിസന്ധിയുണ്ട്. എണ്ണ ഉപഭോഗവുമായി ബന്ധപ്പെട്ട് ഗൾഫ് മേഖലയാകെ അവരുടെ ടൂറിസവും എണ്ണ വിതരണവും ഒക്കെ വല്ലാതെ പ്രതിസന്ധിയിലാണ്. ഹോർമുസിൽ വിഷയങ്ങൾ അതികഠിനമായി തുടരുന്നു. അമേരിക്ക കടുംപിടുത്തം വിടുന്നില്ല. സ്വാഭാവികമായും ഈ പ്രതിസന്ധികളൊക്കെ അനുഭവിക്കുന്ന ലോകരാജ്യങ്ങൾ അവർ നേരിട്ടിടപെടുന്ന പശ്ചാത്തലം ഒരുങ്ങുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഈ ഹോർമുസ് കടലിടുക്കിലുള്ള ഇറാൻ ഉപരോധം അത് മുൻപത്തേനേക്കാൾ കൂടുതൽ ശക്തമായതായിട്ടാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. മുൻപത്തെ ഉപരോധത്തിൽ ഇറാൻ തങ്ങളുടെ ചില സൗഹൃദ രാഷ്ട്രങ്ങളെ ഈ ഹോർമുസ് കടലിടുക്ക് വഴി യാത്ര ചെയ്യാൻ അനുവദിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ സൗഹൃദ രാഷ്ട്രങ്ങളുടെ ഗതാഗതമാണെങ്കിലും അത് കൂടുതൽ കടുപ്പിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് ഇറാൻ ഏറ്റെടുത്തിട്ടുള്ളത്. അതായത് പ്രത്യേക ടോൾ പിരിവിന് പണം നൽകണം, അതുപോലെ തന്നെ IRGCയുടെ പ്രത്യേക അനുമതി വാങ്ങണം, അതുപോലെ IRGC നിർദ്ദേശിക്കുന്ന പാതയിലൂടെ മാത്രമേ യാത്ര ചെയ്യാവൂ. ഇത്തരം നിർദ്ദേശങ്ങളെല്ലാം ഉണ്ട്. ഈ ഒരു നിർദ്ദേശങ്ങളെല്ലാം മറികടന്നുകൊണ്ട് ഹോർമുസ് കടലിടുക്ക് വഴി യാത്ര ചെയ്താലും മറ്റൊരു പ്രതിസന്ധി അവരെ കാത്തിരിക്കുന്നത് അമേരിക്കൻ ഉപരോധം തന്നെയാണ്. അമേരിക്കൻ കപ്പലുകളാണെങ്കിലും അമേരിക്കയുടെ അതുവഴി വട്ടമിട്ട് പറക്കുന്ന ഹെലികോപ്റ്ററുകളാണെങ്കിലും ഇതുവഴി യാത്ര ചെയ്യുന്ന കപ്പലുകൾ അത് ഇറാനിയൻ ബന്ധമില്ലാത്ത കപ്പലുകളാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ഹോർമുസ് കടലിടുക്ക് വഴി യാത്ര ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ. അപ്പോൾ ഈ രണ്ട് ചെക്കിംഗ് പോയിന്റുകളും അത് ലോകരാജ്യങ്ങളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും വെല്ലുവിളി തന്നെയാണ്. അപ്പോൾ അത് കാരണം തന്നെയാണ് ഇപ്പോൾ നിരന്തരമായിട്ട് തുടർച്ചയായ ദിവസങ്ങളിൽ ഈ ക്രൂഡ് ഓയിലിൻ്റെ വില $100 മുകളിൽ ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നത്. ഇപ്പോൾ നിലവിലെ വില ഇന്ന് രാവിലത്തെ ഒരു സൂചിക അനുസരിച്ച് $106 പെർ ബാരൽ എന്നുള്ള കണക്കിലാണ്. എന്തായാലും ഈ ഉപരോധം അത് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ക്രൂഡ് ഓയിലിൻ്റെ വില അത് ക്രമാതീതമായി ഉയരാൻ സാധ്യതയുണ്ട്. ട്രംപ് തന്നെ പറയുന്നത് ചിലപ്പോൾ $200 വരെ ആകാൻ സാധ്യതയുണ്ടെന്നാണ്. ഇത് ലോക സമാധാനത്തിന് വേണ്ടി നൽകുന്ന ചെറിയൊരു തുകയായിട്ട് എല്ലാവരും കരുതണം എന്നതാണ് ട്രംപിന്റെ ഒരു സന്ദേശം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇത്തരം ഭീഷണികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇറാന്റെ ഹോർമുസ് കടലിടുക്കിലെ ഒരു ഉപരോധം അത് എങ്കിലും അവസാനിപ്പിച്ച് മുൻപത്തേതുപോലെ സൗഹൃദ രാഷ്ട്രങ്ങളുടെ കപ്പലുകൾക്ക് നിയന്ത്രണമില്ലാതെ യാത്ര ചെയ്യാൻ അനുവദിക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് ഇത്തരം രാജ്യങ്ങളെല്ലാം ഇറാനോട് പങ്കുവച്ചത്. നേരത്തെ നോക്കുകയാണെങ്കിൽ ആദ്യഘട്ടത്തിൽ ഇറാൻ ഈ ഹോർമുസ് അടച്ച സമയത്താണെങ്കിലും അതുപോലെ രണ്ടാം ഘട്ടത്തിൽ അമേരിക്കൻ ഉപരോധത്തിലുള്ള പ്രതിഷേധമായി ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചപ്പോഴാണെങ്കിലും ഇന്ത്യ അടക്കം ഇറാനുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരുന്നു. ഇപ്പോഴാണെങ്കിലും ഈ രണ്ടാം ഘട്ട ഉപരോധം വന്നതിന് ശേഷമാണെങ്കിലും ഇന്ത്യയുടേതായിട്ടുള്ള ആശങ്കകൾ ഇറാനോട് പങ്കുവയ്ക്കുകയും ചെയ്തു. അതാണ് ഇതിനിടയിൽ ഇറാന്റെ ഒരു മറുപടി വരുന്നത്, എണ്ണ ഉൽപാദന സൗകര്യങ്ങൾ തകർത്താൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇപ്പോൾ ഇറാൻ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ സഹാബ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എണ്ണക്കിണർ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ പശ്ചാത്തല സൗകര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് US ഉപരോധം മൂലം നാശനഷ്ടം സംഭവിച്ചാൽ അതിന് കൂട്ടുനിൽക്കുന്ന രാജ്യങ്ങളിൽ സമാനമായ സൗകര്യങ്ങളിൽ 4 ഇരട്ടി നാശനഷ്ടങ്ങൾ വരുത്തും എന്നുള്ളതാണ്. ഇറാന്റെ കണക്കുകൾ വ്യത്യസ്തമാണ്. ഒരു എണ്ണക്കിണറിന് പകരം 4 എണ്ണക്കിണറുകൾ എന്നാണ് ഞങ്ങളുടെ രീതി എന്നാണ് ഇറാന്റെ തിരിച്ചടി എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കൂടിയുണ്ട്. ഇതിനിടയിൽ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.